നിർത്തൂ. होटल क्वींस टैक्सी. देखो एक अर्जेंट डिलीवरी बॉय. ठीक है, जाओ जाओ. നീ ഇവിടെ എല്ലാം പറയാം. നീ ഗൾഫിലാണെന്നാണ് ഞാൻ കേട്ടിരുന്നത്. ആയിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നു? ആരെങ്കിലും കണ്ടാൽ? എനിക്കല്ലേ കുഴപ്പം. പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ കൊല്ലും കൊലയുമടക്കം എത്രയോ കുറ്റങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം. എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്, സ്വകാര്യമായിട്ട്. പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ. വീട്ടുകാരെല്ലാം ഉറങ്ങുകയാണ് മേലെ. മിസ്റ്റർ വിൻസെന്റ് ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹം മദ്രാസിലും തൂത്തുക്കുടിയിലും ഇറക്കിയിട്ടിരിക്കുന്ന ടൺ കണക്കിന് സിമന്റുകൾ വിറ്റഴിക്കാൻ സാറിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് സഹായം? ആ സിമന്റ് ഇല്ലാത്തൊരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ വന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ആ കാര്യം എൻഫോഴ്സ്മെന്റുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങൾ 2 പ്രാവശ്യം പണം വാങ്ങിയില്ലേ? ഇനിയും ആവശ്യപ്പെട്ടില്ലേ പണം? അതിൽ നീ ഇടപെടണ്ട. എടോ ചാക്കോച്ച, ആ കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അരുത്, അരുത് സത്യരാജ്. ചാക്കോച്ച, സാറിന്റെ പെട്രോൾ ബങ്കിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അക്കൗണ്ട്സ് മുഴുവൻ സെറ്റിൽ ചെയ്തോ? മുഴുവൻ കണക്കും തീർത്തു. നിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുവിടും. അവർ ക്ലിയറൻസ് കിട്ടിയാൽ ഉടൻ തന്നെ പുറപ്പെടും. ശ്രാങ്ക് നമ്മുടെ ആളാണ്. ബോംബെയിൽ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി ശരി, ഓക്കെ. ഡാഡി മദ്രാസ് കോൾ കിട്ടിയോ? അവിടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ ആ സിമന്റ്. അതൊന്നും നീ ഇപ്പൊ അന്വേഷിക്കണ്ട. പോയി കിടന്ന് തുടങ്ങ്. ചെല്ലേ. ഒളിവിൽ പോയ പ്രതിയേക്കാൾ കഷ്ടം ഈ പോലീസ് ഓഫീസറെ കണ്ടുപിടിക്കാനാണ്.
ഫ്രാങ്ക് ഫോൺ ചെയ്തോ? രാത്രി 8 മണിക്ക് ഒരു പുറങ്ങടലിലെത്തും. ഇരുട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതുവരെ ഞാനിവിടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. വെസൽ ബ്രോക്കർ പറഞ്ഞ ഒരാളോട് വന്നിട്ടുണ്ട് നിങ്ങളെ കാണാൻ. പാസ്പോർട്ടിന്റെ കാര്യത്തിനാണെന്നാ പറഞ്ഞത്. പാസ്പോർട്ട് ബോംബെയിൽ ശരിയാക്കിയെന്നല്ലേ? ശരി, ആരോ വിളിക്കും. നിങ്ങളാരാ? ഇൻസ്പെക്ടർ ബൽറാം. ഇവൻ ഇങ്ങോട്ട് കേട്ടു. ഇല്ല, ഇവരെ ചോദ്യം ചെയ്താൽ ഞാൻ വിട്ടുകൊടുക്കൂ. നോ, ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്കാണ്. ഡോണ്ട് ആർഗ്യൂ. കമോൺ. ചുരുക്കത്തിൽ ഈ കൊലപാതകം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് യഥാർത്ഥ കുറ്റവാളി നമുക്കിടയിൽ തന്നെ എവിടെയോ ജീവിക്കുന്നു എന്നോർക്കുമ്പോൾ കോടതിക്ക് ദുഃഖമുണ്ട്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സത്യരാജ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ നിരപാധികം വിട്ടയക്കുകയാണ്. എന്നാൽ പ്രമാദമായ മറ്റു ചില കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയായത് കാരണം ഈ വ്യക്തിയെ വിട്ടയക്കരുതെന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് സത്യരാജിനെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടുന്നു. എടോ, തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ്? ബാലു, നല്ല തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്ന FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും. അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവില്ല. താനെന്നെ പ്രതിക്ക് ഫേവർ ചെയ്യുന്ന തന്റെ ഇൻക്വസ്റ്റ് മറ്റുള്ള മിസ്റ്റർ ബൽറാം, ദിസ് ഇസ് ടു മച്ച്. ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കുണ്ടാക്കുന്നതാണ് ഈ സംഭവം. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, സാർ. ഒരു കൊല നടത്തി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ? കൊലക്കേസല്ല ഇവിടെ അന്വേഷിക്കുന്നത്. കോടതി വളപ്പിൽ നിങ്ങൾ കാണിച്ച പോക്കൃത്തരമാണ്. അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ആ കേസിനെ പറ്റി ആ CIയോട് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. കൂട്ട എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ശരിയാണ്. അതത്ര മോശപ്പെട്ട വാക്കാണോ സാർ?
കുളിച്ച എന്നാണ് അർത്ഥം. നോൺസെൻസ്. എന്നെ ഭാഷ പഠിപ്പിക്കാനല്ല തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിനു തല്ലി? ഞാൻ തല്ലിയില്ല. പിന്നെ എന്താ മിസ്റ്റർ അവിടെ സംഭവിച്ചത്? പറയണം. ഞാൻ തല്ലിയതല്ല, എന്നെ കൂടെ തല്ലിച്ചതാ. എന്താണോ? ഇപ്പൊ സാർ എന്നെ തല്ലിയെന്തിനാ? കോടതി പിടിച്ചേനല്ലേ? ഞാനും അതിന് തന്നെ തല്ലിയത്. ആണായാലും ആരായാലും തല്ലിപ്പോകും സാറേ. ഇത്രേ അവിടെ നടന്നുള്ളൂ. അല്ലാതെ ഇനഫ്. ഇപ്പോഴിവിടെ കാണിച്ച ഗിമിക് നിങ്ങളുടെ ഇന്നസെന്റ് തെളിയിക്കാനാണെങ്കിൽ നോ മിസ്റ്റർ ബൽറാം, യു ആർ സസ്പെൻഡഡ്. യു കെൻ ഗോ. ഇപ്പൊ സാറിന് ബോധ്യമായില്ലേ? ഹീസ് എൻ ഔട്ട് സ്പോക്കൺ ആൻഡ് എക്സെൻട്രിക്. യെസ്, ലൈക്ക് ജനറൽ പാറ്റേൺ, എ ഹെഡേക്ക് ടു ഹിസ് സുപ്പീരിയേഴ്സ്. ഈ ജാതിയെ സർവീസിൽ ഇരുത്തുന്നതാണ് സാർ തെറ്റ്. എക്സ്ക്യൂസ് മീ സാർ, ഈ ബലറാമിനെ എനിക്ക് നേരത്തെ അറിയാം. ഇതായിരുന്നില്ല അയാളുടെ സ്വഭാവം. ആർ യു ട്രൈയിങ് ടു ഡിഫെൻഡ് ഹിം? അവനെ ഒരു എക്സെൻട്രിക് ആക്കിയതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർ. അലക്സ്. യെസ് സർ, ഹീസ് ആൻ ഔട്ട് സ്പോക്കൺ. ആരോടും വെട്ടി തുറന്നു പറയും. എന്നിട്ടും സാറിന് അറിയാമല്ലോ, മറ്റുള്ളവരെ രക്ഷിക്കാൻ പലതും അവന് ഉള്ളിൽ ഒതുക്കി കഴിയേണ്ടി വരും. ആ കഥയൊന്നും ഇപ്പൊ പറയണ്ട. കൂടുതൽ തകർക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച തോന്നിയാസം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ. ഹി മസ്റ്റ് ബി പണിഷ്ഡ്. ശിക്ഷ എന്തെന്ന് സാറ് തീരുമാനിക്കും. ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കേണ്ട വാസു, ബലറാം സാർ തന്നെ. കരടി പിടിക്കുമോ നമ്മളെ? ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ? സാർ മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും 2-3 ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? 3, 4. അതിലും സംശയമാണോ? 3 പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ണി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ. സാർ, ഒരു സംശയം. സാറിന് ഇതിന് വല്ല ഷെയറും സാർ? ഞാൻ ശ്രീനി. മനസ്സിലായി? വിപ്ലവ പാർട്ടിയല്ലേ? ഇരിക്കും. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം? ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പതിപ്പിച്ചവനല്ലേ നീ? ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ. ഞാൻ ആ പ്രസ്ഥാനം വിട്ടു. പിന്നെന്താ ഇങ്ങോട്ട് വന്നത്? വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് പൊറുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിലിൽ ഈ സുഖം പോരടോ. സാർ എന്തായി പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ്. മുഴുപ്പട്ടിണിയായിട്ട് കോടിക്കണക്കിന് ജനം ജയിലിൽ പുറത്തുണ്ടോ? വയറു നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? ജയിലിൽ AC വേണോ? TV വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങളിൽ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീര സാഹസങ്ങളും ഒക്കെ. നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജല്ലേ? കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന്റെ ഒരു സഹായം നേരിടോ? കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ജീവിച്ച ഒരു നാരിയുടെ രോമം മടിക്കാൻ തനിക്ക് ഞാൻ കത്തി വെച്ചാണ്. അല്ല, ഇയാൾ ചൂടാവാ. പോടാ പട്ടി. മിസ്റ്റർ ഒരു പത്രപ്രവർത്തകൻ അപമാനിച്ചു. നീ എന്തോ കൊലയാളി. പറയുന്നത് കേൾക്കാം.
പ്ലീസ് എന്തായാലും ക്ഷമിച്ചുക ഓട്ടന്നേ. സാറിനെ ഞാൻ അനുസരിക്കാം, പക്ഷെ ഇവനെ എനിക്ക് ചെന്ന് ചെയ്യാൻ കഴിയും. പോടാ 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 സാറ് സീനി ഇപ്പൊ പോ. എന്തിനാടോ ആ പാവത്തിന്? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയത് പാവം കൊള്ള റാസിൽ വന്നിരിക്കും.